പഠിക്കാൻ വരുന്ന ആളുകൾ സിസ്റ്റമാറ്റിക് ആയിരിക്കും, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യുക എന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ടൊരു വേ ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ സർ? യുവർ എക്സ്പീരിയൻസ്. Anyway, that's great. Congratulations. And the next one, the very senior, the very respected one, he is here with us. Mr. Karim Pareri, successful entrepreneur, managing director of Pareri Group, and he is into business for a long time in steel, gold, real estate, each and everything, which is the successful sector. So please welcome Chairman of the Board at Bilton Steel, Chairman of the Board at Agro Development Federation, founder of World Trade Ambassador. Please, sir. Thank you. ഞാനും കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. നമ്മുടെ മലപ്പുറത്തെ അൽബൈക്ക് പണ്ട് ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരു 2000-ലൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഇവിടെ പലരുടെയും സ്പീച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരെയും പരിചയപ്പെടണമെന്നുണ്ട്. രാവിലത്തെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറേ കൂടി പരിചയപ്പെടാമായിരുന്നു, അല്ലേ? എന്തായാലും ഞാനിതിൽ ആകത്തുക ആയിട്ട് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. എല്ലാവരും ഫസ്റ്റ് തോറ്റു, പിന്നെ എവിടെയെങ്കിലും ജയിച്ചു, പിന്നെ തോറ്റു. ഇതിങ്ങനെ ഒരു വേവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പഠിക്കാൻ വേണ്ടി കുറെ പൈസ ചിലവാക്കുന്ന ആളാണ്. ഒരുപാട് ഭാഗത്ത് പഠിക്കാൻ ഒരുപാട് ഭാഗത്ത് പോകാറുണ്ട്, പുറത്തു പോയിട്ടുണ്ട്. എനിക്കിപ്പോ 17 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്താണ്. ഒരു 10-25 വർഷമായി ഇതിൽ വീണ്ടും ഓരോ ബിസിനസ്സുകളിൽ വീണ്ടും വീണ്ടും പോവാണ്. ഒരു ഗുരു പറഞ്ഞ ഒരു വാക്കുണ്ട്, ദർക്കെ ആകെ ചീത്തയെ. പേടിയുടെ അപ്പുറത്താണ് പേടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ അറിയിക്കും, അവിടെ ജയണം. ഇനി സത്യത്തിൽ ഒരാൾ ഇല്ലാതാവണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തോൽക്കുമ്പോഴല്ല. ഇതൊക്കെ എക്സ്പീരിയൻസുകളാണ് പറയുന്നത്. ഇത്ര കാലത്തെ ഒരുപാട് പരാജയങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് ചിലതിനെ അറിയുണ്ടാവില്ല, അതെന്ന് പറയുന്നതാണ്. ഒരു 10,200-ൽ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന വലിയ ഒരു ഓർഗനൈസേഷൻ. അതായത് അതിൽ സ്റ്റീൽ ഇൻഡസ്ട്രി ഉണ്ട്, 2-3 സ്റ്റീൽ ഫാക്ടറികളുണ്ട്, റബ്ബറിന്റെ ഇൻഡസ്ട്രി ഉണ്ട്, റബ്ബറിന്റെ ഫാക്ടറി അങ്ങനെയുള്ള കാര്യമുണ്ട്, ജ്വല്ലറി ഫീൽഡിലുണ്ട്, അതുപോലെ ഓട്ടോമൊബൈൽ. മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ ഹീറോയുടെ ഡീലറാണ് ഞാൻ. ഇത് ഇങ്ങനെ എന്താ പറയാ, റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലുണ്ട്. ചിലർക്കൊക്കെ അറിയുണ്ടാവും എന്നെ. പറഞ്ഞു വന്നത് എന്താ വെച്ചാല് ഇത്രയൊക്കെ എത്തിയത് ഒരുപാട് തോറ്റിട്ടാണ്. ഇപ്പൊ ഇതൊക്കെ എത്തി ഞാനൊരു വിജയമാണെന്നല്ല പറയുന്നത്. ഇനിയും തോൽക്കാൻ ഞാൻ റെഡിയാണ്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ റെഡിയാണ്. അല്ല, ഞാൻ കാര്യം ബിസിനസ്സില് ഒരിക്കലും നമുക്ക് എന്താ പറയാ, ഒരു കടലില് ഇറക്കാത്ത കപ്പൽ പോലെയല്ലോ. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? തിരമാല വരട്ടെ, അല്ലെങ്കിൽ എന്താണെങ്കിൽ വരട്ടെ, ഞാൻ റെഡിയാണ്. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഞാനിപ്പോ ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫണ്ടിന്റെ ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വേറെ എന്തൊക്കെ പ്രശ്നമുണ്ടോ, ആൾക്കാരില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോളേജ് ഇല്ലേ? ഞാൻ മനസ്സിലാക്കി അസീസ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു. അയാൾ ആ കുഞ്ഞു പ്രായത്തില് ഈ എക്സിബിഷനും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും പോയി, ഐ മീൻ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്ത് പോയപ്പോഴാണ് അയാളുടെ സക്സസിനുള്ള 2 കാര്യം ഞാൻ ഐഡന്റിഫൈ ചെയ്ത് ഞാൻ പറയാം. ബേസിക്കലി ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു മെന്ററിംഗിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ ഒരു മെന്ററും ഇൻവെസ്റ്ററുമാണ്. ഞാനിപ്പോൾ നല്ല ബിസിനസ് ഗ്രൂപ്പിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടെ സക്സസിൽ ഞാൻ പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, എന്താണ് സക്സസ് എന്നുള്ളത് അയാൾ മനസ്സിലാക്കി കുറെ യാത്ര ചെയ്ത് കണ്ടപ്പോ എന്താണ്, എങ്ങനെയാണ് ഇത്, ആഹാ ഇതാണല്ലോ. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇത് ഇങ്ങനെ പലപ്പോഴും ഉണ്ട് നമ്മള് ഓക്കെ വെയിറ്റ്, ഞാനിപ്പോ പറയാന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ആരോടെങ്കിലും ചോദിച്ചിട്ടൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ജീവിതം ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ 68 വയസ്സ് വരെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളെ പരിചയമല്ല, അറിയാം. ലീല കൃഷ്ണൻ നായർ എന്ന് പറയും. അയാൾ 68ാമത്തെ വയസ്സിലാണ് ലീല ഗ്രൂപ്പ് ഹോട്ടൽസ് സ്റ്റാർട്ട് ചെയ്തത്. അയാളുടെ ജീവിതത്തിൽ അതൊരു വലിയ വിജയമായിരുന്നു. പക്ഷെ അടുത്ത ജനറേഷൻ അത് പറ്റിയോ എന്നുള്ളത് വേറെ കാര്യം. പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഏറ്റവും നേരത്തെ അവനവന്റെ ഏരിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ അവൻ സക്സസ് ആയിരിക്കും.
ക്ലിയർ അല്ലേ? അല്ലേ മുജീബ്? ശരിയല്ലേ? അപ്പൊ എനിക്ക് ഇതാണ് ഓവറോൾ സംസാരിക്കാനുള്ളത്. എനിക്ക് നല്ല ചോദ്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രശ്നം ഇതിൽ ഒന്നിൽ കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊന്നും കൈവന്നിരിക്കുമോ? ഓക്കെ, ഞാൻ പുള്ളിയുടെ നമ്മുടെ അസീസിന്റെ കാര്യം തന്നെ പറയാം. അസീസിന്റെ കാര്യത്തിലെ ഏറ്റവും വലിയ സക്സസിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ വേറെ പരിപാടിക്ക് പോയില്ല, കാറ്ററിംഗ് വരെ നിർത്തി എന്നുള്ളതാണ് മനസ്സിലാക്കി കേട്ടത്. കാരണം അയാൾ ആ ഫ്രാഞ്ചൈസിംഗിൽ മാത്രമായിട്ട് ആ ഏരിയ ഐഡന്റിഫൈ ചെയ്തു. പിന്നെ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട് അയാൾ പറയുന്നത് ഞാൻ 100 സ്റ്റാർട്ട് ചെയ്യും, 200 സ്റ്റാർട്ട് ചെയ്യും. അതിലാർക്കും ഡൗട്ടില്ലല്ലോ, ഒരെണ്ണം എടുത്ത തിരക്കില്ല തോന്നില്ലേ? അവിടെയാണ് ആ സക്സസ്. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുമോ? ഉറപ്പില്ല. ഇത് ശരിയായിട്ടില്ലെങ്കിൽ അടുത്തത് നോക്കാം. വേറെ അപ്പുറത്ത് മറ്റൊരുടെ അടുത്തൊരു ഷെയർ ചെറുതായിട്ട് കൂടി വെക്കാം, അഥവാ അത് പൊളിഞ്ഞാലും. അങ്ങനെയുള്ള പലരുമാണ് ഇപ്പൊ ഈ നേരത്തെ കൈവന്നിട്ടുണ്ടാവുക. ഒന്നെങ്കിൽ ട്രഡീഷണലി വന്നുള്ള ബിസിനസ്സിൽ ലോക്കായി പെട്ട് കിടക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി രക്ഷപ്പെടാം. അവിടുന്ന് 2 തോണിയിൽ കാണിൽ വെക്കണ പരിപാടി ഉണ്ടല്ലോ, ഇവിടെ പെട്ടാൽ നമുക്ക് അപ്പുറത്തേക്ക് മാറാം. കഴിഞ്ഞ ദിവസം ഞാനെപ്പോഴും ഈ മെന്റേഴ്സിനെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യല്ല, ശരിക്കും ഉപയോഗപ്പെടുത്താറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗുരു കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൃഷിയിൽ തോൽക്കുന്നവർ ആരാണെന്ന് അഭിനന്ദിച്ചിട്ടുണ്ട്. ട്രഡീഷണലി കൃഷിയിൽ വന്നുപെട്ടിട്ടില്ല, അതായത് എൻ്റെ ഫാദർ ചെയ്തു, ഗ്രാൻഡ് ഫാദർ ചെയ്തു, ഞാനും ചെയ്തു, അവരും തോൽക്കുന്നത്. അതേസമയം മറ്റേ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ ടെക്നോളജി ഇന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നിർത്തി ഞാൻ ഇപ്പോൾ കൃഷിയാണ്, അവൻ തോക്കാറില്ല. വിച്ച് മീൻസ് ആ ഏരിയ മനസ്സിലാക്കിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആണ്. ശരിയല്ലേ? ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഞാനിത് ഇവിടെ നമ്മുടെ നൂറുണ്ട്, നൂറില്ലേ പുറത്താണോ? ഞാൻ ഇന്ന് സത്യമായിട്ടും ആരോ പറഞ്ഞു 12 മണി വരെ മീറ്റിംഗ് ആയിരുന്നു, ഇന്ന് വരാൻ പറ്റുമെന്ന് വരെ എൻ്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നൂറിന് അത്ര ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എനിക്ക് അത്ര വേണ്ടപ്പെട്ട ആളാണ്, എൻ്റെ ഒരു റിലേറ്റീവാണ്. അതിനേക്കാൾ അപ്പുറത്ത് എന്താ പറയുക, കുഞ്ഞു പ്രായം മുതലേ നൂറിലേക്ക് വളരെ നന്നായിട്ട് അറിയാം. നൂറിൻ്റെ ഫാദർ ഞാനുമായിട്ട് പാർട്ട്ണർഷിപ്പായിട്ട് ബിസിനസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ടീം വന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു ഒരു ഷെയർ ചെയ്യാം. മുജീബിന് അറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഞാനൊന്ന് ഷെയർ ചെയ്യാം. DIKW ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? DIKW പിന്നുണ്ടല്ലോ, നോട്ട് ചെയ്തോ, വെറുതെ ആവില്ല. DIKW, ഡി എന്ന് പറയുന്നത് ഡാറ്റ. ഇവിടെ വന്നിരുന്ന ആൾക്കാർ, ഡാറ്റ എന്നാണ് ഡി. ഇവിടെ വന്നിരുന്ന ആൾക്കാർ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷനോ നോളജോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ. ഈ ഡാറ്റാസ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മൊബൈലിലും വാട്സപ്പിലും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ഡാറ്റാസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് നല്ല സെൻസിൽ എടുക്കണം, റെക്കോർഡ് ചെയ്യില്ലല്ലോ. ഓക്കെ, നല്ല സെൻസിൽ എടുക്കണം. ഈ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന വേർഡിനോട് ഞാൻ ഒരുപാട് പൈസ, ഒരു കോടികൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ പഠിക്കാൻ പോകാൻ. പല മോട്ടിവേഷൻ ക്ലാസ്സിലും പോകുമ്പോൾ നമുക്ക് എന്താ പറയാ, മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഡാറ്റയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, DIKW എന്നുള്ളത് ആദ്യം ഞാനൊന്ന് പറയാം. ഡാറ്റ, ഇൻഫർമേഷൻ, നോളേജ്, വിസ്ഡം. ഡാറ്റ, ഇൻഫർമേഷൻ, നോളേജ്, വിസ്ഡം. ഈ ഡാറ്റാസ് പലതുണ്ട്. നമുക്ക് വേണ്ടത് ഏതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഈ മോട്ടിവേഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയൊരു, ഞാൻ എൻ്റെ വാക്ക് യൂസ് ചെയ്യണമെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേർഡാണ്, സ്കാം ആണ് ഈ മോട്ടിവേഷൻ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, ഒരിക്കലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കണ്ട. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ ഏത് പ്രോഗ്രാമിന് പോവുകയാണെങ്കിലും നമ്മൾക്ക് ഒരു ലോജിക് ഉണ്ട്, അത് വെച്ചിട്ടല്ലാതെ പോകരുത്. അതില് ഒരു 4 ദിവസത്തേക്ക് പ്രോഗ്രാമിലൊക്കെ പോയി ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ വേറൊരാളെ ലോകമൊക്കെ കീഴടക്കാൻ പറ്റും. ഇതൊക്കെ എടുത്തോ, പക്ഷെ ലോജിക് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതായത് എനിക്ക് ഈ പല കാര്യങ്ങളും വന്നതെന്ന് വെച്ചാൽ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 100-ൽ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ പിരിച്ചു വിട്ടിട്ട് അയാൾ എന്നോട് എൻ്റെ കൂടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അയാളുടെ ഏരിയ അതല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അതെല്ലാം ആകെ ഒന്നും ഇല്ലാണ്ടാക്കി കളഞ്ഞു.
അവസാനം എൻ്റെ കൂടെ, അതായത് അയാൾ വേറെ എന്തോ ചെയ്തതാണ്, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിൻ്റെ എഫക്റ്റാണ്. ഇങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പ്രോഗ്രാമിന് എവിടെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ടല്ലാതെ ഒരു കാര്യത്തിലും പരിധികൾ എടുക്കരുത്. ഇതിൽ ഈ ഡാറ്റയ്ക്ക് ഒരുപാട് ഈ റോളുണ്ട്. നമുക്ക് വേണ്ട ഡാറ്റ ഐഡന്റിഫൈ ചെയ്യുന്നിടത്താണ് നമ്മൾ പ്രധാനം. പിന്നെ ഇൻഫർമേഷനാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പലർക്കും കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടതാണോ അല്ലേ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് വേണ്ടതല്ലെങ്കിൽ നമുക്ക് വിട്ടുകളെ പഠിക്കണം. നമ്മൾ ഇല്ലേ, ശരിയല്ലേ? ഇപ്പൊ തന്നെ ഫോണ് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ടിങ് എന്ന് പറയും. അപ്പൊ എന്തെങ്കിലും ഒരു കോമഡി ആയിരിക്കും, ആ കോമഡിയിൽ അതിൽ പോകും. പിന്നെ അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ആലോചിക്കും. ഇങ്ങനെ 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 പോകുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഫോക്കസ് ടോട്ടലി മാറിപ്പോവാണ്. സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡാറ്റ കഴിഞ്ഞു ഇൻഫർമേഷൻ അല്ലേ. പിന്നെ ഈ ഇൻഫർമേഷൻ കിട്ടിയത് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തോൽവികൾ വരും. ഈ തോൽവികൾ വരുമ്പോഴാണ് നമ്മൾ പഠിക്കാൻ നോക്കുന്നത്. അതാണ് നോളേജ് ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ? ഈ നോളേജ് എന്ന് പറയുമ്പോൾ ശരിക്കും ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെയാണ്. നമ്മൾ എന്താ പറയാ, ഫസ്റ്റ് നമ്മൾ ഗിയറും വണ്ടി ക്ലച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ 40 വയസ്സിന് ശേഷം ഉള്ള ആൾക്കാരെയാണ് ഒരു സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ടെക്നോളജി വന്നതിന് ശേഷം മാത്രമേ 23 വയസ്സിൽ ബില്യണറായി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡാറ്റ, ഇൻഫർമേഷൻ, നോളേജ് കഴിഞ്ഞതിന് ശേഷം വിസ്ഡം വരുമ്പോഴാണ് ഇത് വേണ്ട ഇത് വേണം എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുക. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുരുക്കന്മാർ വേണം. ഈ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റണം, നല്ല രീതിയിൽ പറ്റണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ എല്ലാവിധ നോളേജ് ഉള്ള ഒരാളോടാണോ നിങ്ങൾ അഭിപ്രായം ചെയ്യേണ്ടത്? അതേ ബിസിനസ് ചെയ്ത് സക്സസ് ആയിട്ടോ ഫെയിലിയർ ആയിട്ടുള്ള ഒരാളോടാണ് ചെയ്യുന്നത്? ആദ്യം പറഞ്ഞതിനോട് യോജിക്കുന്ന ആൾക്കാർ, നോളേജ് ഉള്ള ആൾക്കാരോടാണ് എന്നുള്ളതൊന്ന് കൈവദിക്കുക. നല്ല നോളേജിനെ കുറിച്ച് വെൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള നോളേജ് ഉള്ള ആളോടാണ് ചെയ്യുന്നത്. ഓക്കെ, തിരിച്ച് ഈ ഏരിയയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ പാരഡൈം ഷിഫ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, കൊറോണ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു മേഖലയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെടുത്ത് അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ടുള്ള ഒരാളെടുത്ത് ചോദിക്കുന്നതാണ് ശരി എന്ന് വിചാരിക്കുന്ന ആൾക്കാരത് താങ്ക് യു. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ തെറ്റാറുണ്ട്, റോങ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടാറുണ്ട്. ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. നോളേജ് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഷെയർ ചെയ്തിട്ട് എന്നെ അണ്ടറടിപ്പിച്ച് ഞാൻ അതിൽ പെട്ടിട്ടുണ്ട്, പലപ്പോഴും പെട്ടിട്ടുണ്ട്. അപ്പോ ഇതാണ് നോളേജ്. പിന്നെ അതിന് ശേഷമാണ് ഈ വിസ്ഡം. ഇത് ഞാൻ ഷെയർ ചെയ്തത് ഏകദേശം കിട്ടിയല്ലോ, നോളേജ്, ഇൻഫർമേഷൻ. പിന്നെ ഇനി ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പൊസിഷനിൽ എത്തിയിട്ടുള്ള ആൾക്കാർ റിയലൈസ് ചെയ്യുന്ന കുറച്ച് സാധനമുണ്ട്. അവർക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും. ഒരേ ഫീൽഡിൽ 10 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക്, ഇപ്പൊ മുജീബിനോടൊക്കെ ഒരു വണ്ടി ഇന്നത് മുജീബ് 10 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് എനിക്കറിയാം അല്ലേ? നമ്മൾ 10 വർഷത്തിൽ കൂടുതൽ പരിചയമുണ്ട്. അപ്പോ ഒരു വണ്ടിയുടെ ഒരു കാര്യം ഏകദേശം ആ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഏകദേശം അറിയാം. ക്ലിയർ ആണല്ലോ? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിലേക്ക് നമ്മൾ ആയി മാറണം ഓരോ ബിസിനസ്സും. ഓക്കെ, ഇതൊരു ജീവൻ കിട്ടില്ലല്ലോ, ഒരു ജീവൻ കിട്ടില്ലല്ലോ. നിങ്ങളൊരു ഒരു ചോദ്യം ചോദിച്ചോളൂ, നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ചോദ്യം ചോദിച്ചേ. കാര്യം ഇതൊരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ സത്യത്തില് പിന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ വളരെ ടെൻഷൻ അടിച്ച് ടയർഡായിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. അതാണ്, ഒരു എനർജി ഫീൽ ചെയ്യുന്നില്ല. ഒന്ന് എല്ലാവരും ഒന്ന് പ്രസന്റ് ആയിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ചൊന്നല്ല. ഓക്കെ, ഞാൻ ഇതിനു വേണ്ടി ഇത്രയും ഒരു വണ്ടി ഓടിച്ച് വന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്, അതിനുവേണ്ടി മാത്രമാണ്. ഞാൻ ഷെയർ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഓക്കെ ഓക്കെ, കരീംന്ന് കുറെ കേട്ടിട്ടുണ്ട്. ഞാൻ സത്യത്തില് എനിക്കിവിടെ റോഡിൽ വെച്ച ആളെയില്ല, ഞാനൊരു ശർക്കര ഉണ്ടാക്കി വെക്കുന്ന ആളാണ്. ഒന്ന് പേര് എന്റെ പേര് റഫീഖ് എന്നാണ്. ഞാൻ പാലക്കാട് ഒറ്റപ്പാലം മണയകുളത്താണ് എന്റെ വീട്. ശർക്കരയോടുള്ള ഒരു സ്നേഹം കൊണ്ടും പിന്നെ അതിലുള്ള മായം തിരിച്ചറിഞ്ഞതുകൊണ്ടും ആളുകൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാന്നുള്ള ഒരു ഗോളാണ് എന്റെ ഉള്ളിൽ. ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോയിരുന്ന ആളാണ്.
അതൊക്കെ വിട്ട് ഇപ്പൊ ഓൺലി ശർക്കര മാത്രം ശ്രദ്ധിച്ച് ചെയ്യുന്നു. അപ്പൊ അത് ഞാൻ അതിൽ പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് മായാണ് ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും എന്റെ ഭാഗത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ എനിക്ക് ഇവിടെ ലൈഫ് ചെയ്യുന്നതിൽ ഒരു സക്സസ് ആവാൻ കഴിയും. ഇതാണ് എൻ്റെ ഒരു ഗോളുണ്ട്. അപ്പൊ കരിയംകാല ഞാൻ എറണാകുളത്ത് ഉണ്ട്, ഇപ്പം മിക്കവാറും ദിവസങ്ങളുണ്ട്. അപ്പൊ കരിയംകാലെ കുറിച്ച് കുറേ അധികം കേട്ടു. അപ്പൊ കരിയംക്ക് ഇവിടെ ഉണ്ടെന്ന് കേട്ടപ്പോ ഞാൻ ഇന്നലെയാണ് ഇന്ന് വരണം എന്നുള്ള തീരുമാനം എടുത്തത്. അങ്ങനെ പോകുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇത്രയധികം സിമ്പിൾ ആവുന്നു, ഇത്രയും കൂടുതൽ തിരക്കുള്ള ആള് ഇങ്ങനെ ചെയ്യുന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ പഠിച്ചൊരു പാഠം, കുറെ നല്ല ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ട്. കാരണം ഞാൻ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളായിരുന്നു. അന്ന് മാനേങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം ഒതുങ്ങി കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ ബിസിനസ് നല്ല തിരിച്ചടി പറ്റിയിട്ടുണ്ട്. തിരിച്ചടി പറ്റിയപ്പോ എനിക്ക് തോന്നി ഇപ്പോഴാണ് ഞാൻ വിജയിച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് നല്ല മനുഷ്യന്മാരെ തിരിച്ചറിയാനും ലോകത്തിന് കുറെ നന്മകൾ ചെയ്യാനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാത്താണ് നമ്മളുടെ ഒരു പോരായ്മ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സംഗതി ചെറിയൊരു ശർക്കര ബിസിനസ് ആണെങ്കിലും ഇപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എനിക്ക് കയറാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്, പഠിച്ചവൻ സഹായിച്ചിട്ട്. അപ്പൊ എന്തായാലും ഇവിടെ വരാനും നിങ്ങളെ കാണാനും കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഒരു ഇരിക്കുന്ന മാഡന്മാരൊക്കെ ഞാൻ യൂട്യൂബിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് അതിനൊക്കെ അവസരം കിട്ടിയത് വലിയ ഭാഗ്യം തന്നെയായിരുന്നു. താങ്ക് യു. ഓക്കെ, ചോദ്യമാണ് ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായി. യെസ്. അല്ല, ഞാൻ അതായത് ഈ ലോകത്ത് ഇപ്പോ ഒരു പ്രത്യേകത ഉണ്ട്. നല്ലതിനെയല്ല ആൾക്കാർ ഫോളോ ചെയ്യുന്നത്, ഉറക്ക വിളിച്ചവരെങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന നന്മയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറക്ക വിളിച്ചവരാണ്. ഉദാഹരണത്തിന് ഈ ശർക്കരയില് സൾഫർ എന്ന് പറഞ്ഞിട്ട് സാധനമാണ് ഷുഗറിനെ വെളുപ്പിക്കുന്ന സാധനമാണ് ഈ സൾഫർ ആണ് ശരിക്കും എല്ലിനും അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. പാൻക്രിയാസിനെ ശരിക്കും കൊല്ലുന്നത്. ആ സാധനം പലർക്കും തിരിച്ചറിയില്ല. പക്ഷെ നിങ്ങൾ ഈ ഇതിനെ പ്ലാൻ ചെയ്ത് ഇതിനെ അലുത്ത് പോവാത്ത അലുത്ത് പോവാത്ത രീതിയിലുള്ള സാനിറ്റൈസിലാക്കാനോ, കാരണം നിങ്ങൾ ഇപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി ഇത്ര ദൂരം വന്ന മനുഷ്യനല്ലേ. സോ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ലോകത്തിന് ഈ സാധനം വേണം. ഷുഗർ ഉള്ളവർക്ക് ഒരു പരിധി വരെ ഇത് പറ്റും. ശർക്കര ജ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പരിവുണ്ട്. പക്ഷെ ഉറക്കം വിളിച്ച് പറയണം. ഉറക്കം വിളിച്ച് പറയാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് സക്സസിന്റെ ഏറ്റവും വലിയ കാര്യം. ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ കുറെ നല്ല മനുഷ്യന്മാരെ കൂടെ എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ. ദൈവം ഇപ്പോ അതിനുള്ള അവസരം. വലിയ സക്സസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരുടെ മകൻ ഒറ്റ മകനായിട്ടാണല്ലോ ജനിച്ചത് അല്ലേ? ഒറ്റ മകനല്ലേ? പെങ്ങളൊന്നുമില്ല. ധാരാളം കാശ് വീട്ടിലുള്ള സാഹചര്യമാണ് നോപ്പാടുന്നത്. അപ്പൊ ബിസിനസ്സിലേക്ക് തന്നെ പുറപ്പെടാൻ കാരണം കൂടുതൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമാണോ? ഓക്കെ, എനിക്ക് അസീസിനെയാണ് ഇന്നത്തെ മീറ്റിംഗിൽ ഓവറോൾ ഞാൻ അസീസിനെയാണ് ഫോക്കസ് ചെയ്തത്. ഇതില് ബേസിക്കലി എല്ലാവർക്കും ഈ തോക്ക് പൊട്ടിക്കണമെങ്കിൽ കഞ്ചി വലിക്കണമല്ലോ. ട്രിഗറിങ് ഫാക്ടർ എന്ത് കാര്യത്തിലും ഈ എന്താണ് എവറി ആക്ഷൻ ഹാവ് എ ഓപ്പോസിറ്റ് ഈക്വലന്റ് റിയാക്ഷൻ എന്നൊക്കെ പറയില്ലേ. എന്ന പോലെ എൻ്റെ ഫാദർ ഏറ്റവും ലോകത്ത് പക്ഷെ ഏറ്റവും കൂടുതൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവൻ ഒന്നിനും പോരാന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ എന്നോടായിരിക്കും. പിന്നെ റെക്കഗ്നീഷൻ തരില്ല. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങനെ പറഞ്ഞ ആ ഒരുപാട് മേഖലകളിൽ എന്നെ പ്രത്യേകിച്ച് ഫാദറുടെ ജസ്മിൻ പറഞ്ഞ പോലെ ഫാദർ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ഫാദറായിട്ട് ഒരു സെൽഫ് മെയ്ഡ് മാനാണ്. സൂപ്പറായിട്ട് ഡെവലപ്പ് ചെയ്താണ് എൻ്റെ ഫാമിലിയെയും എല്ലാ ആൾക്കാരും ഒരുമിച്ച് വളർത്തിക്കൊടുന്നതാണ്. അവിടെ എവിടെ ചെന്നാലും ഞാനൊരു എക്സസ് ആണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അവിടെ ചെല്ലുമ്പോൾ ഇതെന്താ ഇവൻ എനിക്ക് നാളെ തൊട്ടാവും എന്നുള്ള കണ്ടീഷനാണ്. അപ്പൊ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനാണെങ്കിലും വളരെ ഒരു വികാരജീവിയാണ്. നിസ്സാര കാര്യം മതി സങ്കടപ്പെടാൻ സന്തോഷപ്പെടാൻ. അപ്പോ ഇത് എനിക്ക് വല്ലാതെ പല മേഖലയിൽ നിന്ന് കിട്ടിയ അടി എല്ലാ ഭാഗത്തുനിന്നും എന്താ പറയാ എവിടെയും ഒരാൾക്കും വേണ്ടാത്ത ഏരിയയിൽ അതാണ് ഞാൻ പറഞ്ഞ ഒരുപാട് ഫെയിലിയർ. എൻ്റെ എൻറ്റയർ ഓർഗനൈസേഷനിൽ 97 ഒരു റബ്ബർ ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മറ്റുള്ള ബിസിനസ്സുകളൊക്കെ എല്ലാവരും ഫാദർ അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂട്ടും, ഒരു ഷെയർ കൊടുക്കും, അങ്ങനെ. അപ്പൊ അവർ ആർക്കും താല്പര്യമില്ലാണ്ട് കടന്നിരുന്ന ഒരു ഫാക്ടറി ഉണ്ട്, കൂട്ടി ആകെ അവസാനിപ്പിക്കാനുള്ള ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ
അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും, കാരണം അവിടെ ആരും ചെല്ലില്ല. നേരിട്ട് ചെന്ന് നോക്കുമ്പോൾ കുറെ 79 പണിക്കാർ, 79 സ്റ്റാഫ് ഉണ്ടാവും വർക്കില്. അപ്പൊ അവരെല്ലാം കൂടെ കൂട്ടാൻ നിൽക്കണം. അപ്പൊ ഞാൻ അങ്ങനെ കയ്യിൽ വേണ്ടി കാണാൻ പോയതാ. അപ്പൊ ഇങ്ങനെ പിന്നെ സാറിനൊക്കെ വിളിക്കുമല്ലോ, കാരണം വലിയ മറ്റേ ഈ അപ്പന്റെ മോനാവുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴും. അപ്പൊ അങ്ങനെ ചെന്നപ്പോ അവരെ ഇതെന്താ ചെയ്യേണ്ടത്, അപ്പൊ ഞാൻ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ അവര് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അന്ന് ഡിഗ്രി കഴിഞ്ഞ് 98-99 അന്ന് ഞാൻ MBA മഹാരാഷ്ട്രയിൽ പഠിക്കാൻ പോയി. ഇതൊക്കെ ഭയങ്കര കഥകളാണ്, അസിസ്റ്റന്റുമായിട്ടുള്ള കഥകളാണ്. എപ്പോഴും ബാക്ക് ബെഞ്ചിലുള്ള ആൾക്കാരാണ് ഈ തട്ടിപ്പിടിച്ചെത്താറ്. അപ്പൊ അങ്ങനെ പോണ സമയത്ത് ഈ ഇവിടുന്ന് ഇവർ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും, ഇതെന്താ ചെയ്യേണ്ടത്. അപ്പൊ കൊള്ളാലോ, ഒരു റെക്കഗ്നീഷൻ കിട്ടല്ലേ. സോ ആ റെക്കഗ്നീഷൻ കിട്ടി ഇതിലേക്ക് ഇങ്ങനെ കൂടുതൽ ഇൻവോൾവ് ആയി. സോ എവിടെ റെക്കഗ്നീഷൻ ഉണ്ടോ, അംഗീകാരം ഉണ്ടോ, അത് തേടി പിടിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെയാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ കുറെ പഠിക്കാൻ പോകാൻ തുടങ്ങി. അവിടെയൊക്കെ എന്താ എന്തെങ്കിലും ഒരു മണ്ഡലത്തിലും അല്ലാത്ത രീതിയിൽ പറഞ്ഞ മേടിക്കാൻ കുറെ പേര് ഉണ്ടാവുമല്ലോ, അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ബേസിക്കലി പഠിക്കാൻ കൂടുതൽ താല്പര്യങ്ങളിലേക്ക് മെല്ലെ വരാൻ തുടങ്ങി. പിന്നെ ഈ ട്രിഗറിങ് ഫാക്ടറുകൾ മാറാൻ തുടങ്ങി. ആദ്യം റെക്കഗ്നേഷനായി, പിന്നെ നമ്മുടെ ഉണ്ടല്ലോ മനുഷ്യന്മാർക്കൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഈ പറഞ്ഞ മാതിരി അംഗീകാരം, സന്തോഷത്തിന് കാരണമാകുന്ന പല ഘടകങ്ങൾ, ഇതിലൊക്കെ ആണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. ശരിയല്ലേ? ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ വന്ന് സംസാരിച്ച എല്ലാവരിലും കണ്ടതെന്നാണ്, ഞാൻ ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നു, ഞാൻ ഈ പറഞ്ഞ ആളുടെ മുന്നിൽ തന്നെ ഞാൻ തിരിച്ചിങ്ങനെ ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് വഷളാവാൻ സാഹചര്യം കിട്ടുകയാണെങ്കിൽ പോയി വഷളാവും. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ പോയി എന്നിട്ട് രാത്രി സങ്കടപ്പെട്ട് കിടന്നുറങ്ങ്. കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതായത് നമുക്ക് മനസ്സിലാവില്ല. ഈ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സൂം ഇന്നും സൂം ഔട്ടും ഉണ്ട്. ഈ സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാല് സൂം ഔട്ട് ആയാലും പിന്നെ നമുക്ക് മറ്റേ ലൊക്കേഷൻ വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റും. നമ്മളെന്താ പറ്റാന്നറിയോ, ഇതിന്റെ ഇടയിൽ പോയി പെട്ടിട്ട് ആകെ വിഷമിച്ച് രാത്രി ആകെ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുഹൃത്തുണ്ട്, ഒന്ന് ഉറങ്ങിച്ചാൽ ശരിയാവും പറയും. പിറ്റേ ദിവസം നേരം കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് സൂം ഔട്ട് ആയിട്ടുണ്ടോ, അതാകുമ്പോ പോയി പണിയൊക്കാൻ പറയാം. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് പിറ്റേ ദിവസം ആവുമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ധൈര്യമായിട്ട് ഇറങ്ങി. ഓക്കെ, ഇതൊക്കെയാണ് ട്രിഗറിങ് ഫാക്ടർ. ഞാൻ അതുകൊണ്ട് അതിലേക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കാനാണെന്ന് ചെയ്യാല്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ടാർഗറ്റുകൾ എത്തി, ഞാൻ 100 കോടി എത്തിക്കണം, അല്ലെങ്കിൽ ഇന്നത് എത്തിക്കണം, അങ്ങനെ ഓരോ സാധനം എങ്ങനെ 1000 കോടി എത്തി. അപ്പൊ ആ ടാർഗറ്റ് അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോൾ 1000 കോടി എത്തിക്കഴിഞ്ഞ് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആരൊക്കെ തന്നെ ചെയ്യും. വേറൊന്നും ചെയ്യാല്ല. കാരണം എനിക്ക് ആവശ്യം ഏത് വണ്ടിയാണോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഫോർമൽ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ജാസ്മിനൊക്കെ എനിക്ക് ഏകദേശം 10 വർഷമായിട്ട് തന്നെ അറിയുണ്ടാവും. അന്നും ഈ പറഞ്ഞ മാതിരി എന്നെയാണ്. എനിക്കിതിൽ കൂടുതലൊന്നും ഫോർമൽ ആവാൻ അറിയില്ല എന്നല്ല, ഇഷ്ടമല്ല. സ്യൂട്ട് ഒക്കെ യൂസ് ചെയ്യേണ്ട ഘട്ടങ്ങൾ വരുമ്പോ, കാരണം ഞാൻ 99 ഹീറോയുടെ ഡീലറാണ്. അന്ന് അയാൾക്ക് 6500 കോടി ആസ്തിയുള്ള മനുഷ്യനാണ് ഹീറോയുടെ ചെയർമാൻ. അയാളത്തേക്ക് പോകുമ്പോഴും ഞാനിപ്പോ ഈ പറഞ്ഞ മാതിരി നമ്മുടെ സ്റ്റൈലില് മലപ്പുറം സ്റ്റൈലിൽ തന്നെ പോണത്. അപ്പൊ പോയിട്ട് ഒരു തട്ടി തോളത്തൊക്കെ തട്ടി. അപ്പൊ ഈ അന്ന് 6500 കോടി ആസ്തിയുള്ള അയാൾ മരിച്ചുപോയി. തട്ടിയിട്ട് പറയും മൈ സൺ വെൽക്കം ടു മൈ ഫാമിലി അങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രോമൊക്കെ എടുത്ത് നിൽക്കണം. അപ്പൊ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഓക്കെ ടൈം കൂടുതലാവണ്ടോ അല്ല, ഈ കുറ്റമായി ഒന്നും വരുന്നത്. ഓക്കെ, സോ അതാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ എനിക്ക് ഓരോന്നിനുള്ള കണ്ടന്റ് എന്താണ് ഇംഗ്ലീഷ് വേർഡ് വായിക്കാൻ വരുന്നില്ല, അതായത് സംതൃപ്തി എന്ന് പറയില്ലേ, സാറ്റിസ്ഫാക്ഷൻ. അതിൽ കണ്ടന്റ് അല്ലേ എന്തായാലും ആവട്ടെ. അപ്പോ അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ചെയ്യണം. അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ആർക്കും ഒരു പക്ഷെ എന്നെ ഫ്രണ്ടിൽ കാണാൻ പറ്റില്ല, ഞാൻ ബാക്കിലായിരിക്കും. അവിടെ നല്ല ഫിഗറുള്ള ആൾക്കാരുണ്ടാവും, അതായത് ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും, ആ പ്രസ്ഥാനത്തിന് കവർ ചെയ്യാൻ പറ്റുന്ന മാനേജിംഗ് ഡയറക്ടേഴ്സ് അവരായിരിക്കും. ഇങ്ങനെ ഒരു കോൺഗ്ലോമറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും 2-3 പേർക്ക് നിങ്ങളുടെ ആവശ്യം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സജഷൻ ഞാൻ തരാം. ഒരു ചോദ്യം കൂടെ ചോദിക്കണം എന്ന് പറഞ്ഞ അടുത്ത് ആഡ് ചെയ്യാൻ 1-2 കാര്യങ്ങൾ. നിങ്ങൾ വുമൺ എംപവർമെന്റ്, വൈഫിനെ എംപവർ ചെയ്ത് കൊണ്ടുവന്ന് പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും സപ്പോർട്ടിംഗ് ആയിട്ടാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ സാധനം പറയാനുള്ളത്
ഫാദർ ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് ഒന്നും ചെയ്യാതെ സ്വന്തമായിട്ട് അതേപോലെ ഡെവലപ്പ് ചെയ്യുന്നുള്ളൊരു ഇൻസ്പിറേഷൻ അല്ലേ യഥാർത്ഥത്തിൽ ഇത്രയും ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. പലപ്പോഴും സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കാരണം അവിടെ എനിക്ക് ഇതൊന്നും അല്ലാതെ സ്വയം വിജയിക്കണം എന്നുള്ളൊരു വാശിയായിരുന്നില്ലേ ഇവിടെ എത്തിച്ചത്. സത്യം അത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ ഇപ്പോൾ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ബിസിനസ്സാണ്? 10 മക്കളുള്ള ഒരാളോട് ഏത് കുട്ടിയെ കൂടുതൽ ഇഷ്ടം ചോദിച്ചോളി. ഞാൻ അതിനുള്ള ആൻസർ പറയാത്തതെന്ന് വെച്ചാല് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇൻവോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ഈ നോളേജ് അല്ല എൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അത് ഷെയർ ചെയ്യാൻ എവിടെയൊക്കെ ചാൻസ് ഉണ്ടോ അതിന് പറ്റുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് നോളേജ് ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അത് കിട്ടുന്ന ഏറ്റവും നല്ല ഏരിയയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നു. ഇത് ചലഞ്ചിലുള്ളതാണ് പ്രശ്നം, എനിക്കിഷ്ടം. ഇപ്പൊ ഞാൻ 3 സ്റ്റീൽ ഫാക്ടറി കൊണ്ടുനടക്കുന്നുണ്ട്. 3 സ്റ്റീൽ ഫാക്ടറിയുടെ ഓണർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെലവ് വിചാരിക്കും ഭയങ്കര സംഭവമാണ്. എനിക്ക് 10 ആനുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ആനയെ കൊണ്ടുനടക്കുന്നത് നല്ല പണിയാണല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്ന സ്റ്റീലിലേക്കാണ്. അതേസമയം ഗോൾഡ് വളരെ നന്നായിട്ട് ഞങ്ങളുടെ ഏരിയയിൽ വൃത്തിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ റബ്ബർ ഇൻഡസ്ട്രിയിൽ ഇന്ത്യയുടെ തന്നെ ടോട്ടൽ പ്രൊഡക്ഷന്റെ 5% കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്താ പറയാ, അങ്ങനെ ഓരോ ഏരിയയിലും ഏറ്റവർക്കൊക്കെ ഉണ്ട്, പരാജയം വിജയമൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് ആരോ ഒന്ന് ചോദ്യം. അതിനുശേഷം ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ട്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അതിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. സാറിന് ഇപ്പോൾ ക്ലബിലുണ്ട്, റോബിൻ സാർ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ നമ്മൾ സ്ഥിരം ഇതിലുണ്ട്. പക്ഷെ സാറിന് കണ്ടിട്ടില്ല, അത് കാണാൻ വീണ്ടും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് അറിയണ്ട്, ഇപ്പൊ നമ്മള് കഴിപ്പഴി കുറെ പ്രാവശ്യം കേൾക്കാറുണ്ട്. ഇന്ന് ആദ്യമായിട്ട് സാറിനെ കണ്ടു, സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് അറിയണ്ട്, ഒരു ബിസിനസ്മാൻ ഉണ്ടാവേണ്ട ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുറെ ട്രഡീഷണൽ ബിസിനസ് കണ്ടു, ഓൺലൈൻ ബിസിനസ് കണ്ടു, പിന്നെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടാണ് ബിസിനസ് പോകേണ്ടത് എന്ന് പറയുന്നത്. എന്താണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ എന്താ പറയാ സ്ട്രഗിൾ ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഒരു ബിസിനസ് കുടുംബത്തിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും എതിർക്കും. അപ്പൊ സാറ് പറഞ്ഞ എല്ലാം എതിർക്കുന്നു. അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും പേടിയാണ്. 10,000 ശമ്പളം കിട്ടി കഴിഞ്ഞാൽ അതൊക്കെ ജീവിച്ചങ്ങ് പോവാ അതാണ്. അപ്പൊ ഞങ്ങളെ പോലെ എങ്ങായിട്ട് വളർന്നു വരുന്ന ആൾക്കാർക്ക് എന്താണ് നമുക്കൊരു എന്താ പറയാ ഇങ്ങനെ ചെയ്ത സംഭവം, അതാണ് അൾട്ടിമേറ്റ് സംഭവം. അങ്ങനെ പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണ്, അതായിരിക്കും ഞങ്ങൾക്കൊക്കെ ഒരു എന്താ പറയാ വി വാണ്ട് ടു ഗോ ഫോർവേഡ് എന്ന് പറയും. കുറെ നെഗറ്റീവ് രാകേഷ് തൃശ്ശൂർ. സാറിന്റെ ഒരുപാട് നാളത്തെ ബിസിനസ് എക്സ്പീരിയൻസിൽ നിന്ന് വളർന്നു വരുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ബിസിനസ് പേഴ്സണാലിറ്റീസ് കൊടുക്കാൻ കഴിയുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സജഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, രാകേഷ് എന്നെ കണ്ടിട്ടില്ലല്ലോ, കേട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നത്, അതായത് ബേസിക്കലി ഞാനിങ്ങനെ ഒരുപാട് ഏർലി സ്റ്റേജസിൽ ഒരുപാട് സക്സസ് അനുഭവിച്ച ആളാണ്. ഇത് രസം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ടൈമുണ്ട്. ആ ടൈമിൽ അതങ്ങനെ അങ്ങനെ ഒഴുകി അത് എന്താ പറയുക അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് പോകണം. ഇപ്പൊ ഞാൻ ഒരു ബേസിക്കലി എന്താണ് ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ എൻജോയ് ചെയ്യുന്നത് എനിക്ക് ഒരു വന്ന് കേട്ട ഒരു വേർഡാണ് ഇൻവിസിബിൾ നരേറ്റർ. ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വേർഡ് ഇൻവിസിബിൾ നരേറ്റർ. നമ്മളൊരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു പാർട്ണർ ആണോ, ആ പാർട്ണർക്ക് നിങ്ങൾ പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റില്ല. നല്ല കഴിവുള്ള പാർട്ണറാണെങ്കിൽ അയാൾക്ക് റെക്കഗ്നീഷൻ കിട്ടും, അയാളെ പിടിച്ച് ഈ സ്ഥാനത്തേക്ക് വെക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റും, എന്നാൽ നിങ്ങൾക്ക് ആ ബിസിനസ് സക്സസ് ആവാൻ പറ്റും. ഇത് നിങ്ങളത് ഓരോരുത്തർക്കും പറയാനുള്ള രാകേഷിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഞാൻ ഇൻവിസിബിൾ നരേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ വളരെ വളരെ വലുതായി വരുമ്പോൾ അതിന്റെ പുറകിലുണ്ട് അതിന്റെ സക്സസ് എൻജോയ് ചെയ്യാൻ അതിന്റെ ആ കോർഡിനേഷൻ ഉണ്ടല്ലോ, പ്രോപ്പർ കോർഡിനേഷൻ. അതില് വിട്ടു നിന്നാലും നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് അടക്കം അത് പ്രശ്നമാവും. ഈ പറഞ്ഞ ഫോറൈൻ ക്ലബ്ബ് കേട്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഈ ഫോറൈൻ ക്ലബ്ബ് ഉണ്ടാക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്
ഞങ്ങളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരു പ്രോഗ്രാമിൽ കൊച്ചിയിൽ നിന്നിട്ട് ഞങ്ങളൊരു ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ടായി. അതിലുണ്ടായപ്പോൾ അതിൽ വൺ ഓഫ് ദി ഡയറക്ടറാണ് റോബിൻ തിരുമല. എൻ്റെ പഴയ സുഹൃത്തുമാണ്. പുള്ളി പറയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ, കാരണം പുള്ളി സിനിമാ ഫീൽഡിൽ വളരെ കാലം പഴക്കമുള്ള ഒരാളാണ്. പക്ഷെ എവിടെയെങ്കിലും എത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ മുമ്പത്തെ കാലിബറിനനുസരിച്ച് മുമ്പ് എത്തിയില്ല. പക്ഷെ മുമ്പൊക്കെയുള്ള ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ഭയങ്കരമായിട്ട് നന്നായിട്ട് അറിയാം. സോ ഈ പറഞ്ഞ ആളുടെ ഏകദേശം എല്ലാ കപ്പാസിറ്റികളും വെച്ചിട്ട് അയാള് ഈ ഫോറേൻ ക്ലബ് അയാൾ 100,000 ആശയങ്ങൾ പറയാറുണ്ട്. ഒക്കെ നേരപ്പെടുത്ത് ഐഡിയാസ് ഒരുപാട് വരുമല്ലോ. ഒരു ഐഡിയയുടെ പിന്നില് ഫോക്കസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളുടെ ഒരു കോമൺ ഗുരു ഉണ്ട്, ഡോക്ടർ പി വിജയൻ എന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ പറഞ്ഞു, ഈ റോബിൻ തിരുവനോട് പറഞ്ഞു, കരിമീനെ പിടിച്ചോ. റോബിന് നേരം എടുത്ത് ഒരുപാട് ഐഡിയാസ് വരും, പക്ഷെ നടത്തി BJP-ക്കിടയിൽ കരിമീനെ പിടിച്ചത് ഇത് റോബിൻ തന്നെ റോബിൻ ചേട്ടൻ എന്നോട് പറയണതാണ്. അപ്പൊ ഇത് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ കൊറോണ ടൈം ബാക്കിയുള്ള റിസോഴ്സസ് പ്രോസസ് വാല്യൂ സിസ്റ്റം RPV എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് കൊറോണ ടൈമിൽ ആൾക്കാർക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്ന ഒരു ഏരിയ ഇങ്ങനെ ഒരു സംഭവമായിട്ട് വന്നപ്പോൾ റോബിൻ തിരുമല അതിൽ ആക്റ്റീവായി. അയാൾ അതിന്റെ ചെയർമാനോ മെന്ററോ നേരത്തെ പറഞ്ഞ മാതിരി കൊടുത്തേക്കണം, എന്തൊക്കെയാ വേണ്ടെങ്കിൽ കൊടുത്തേക്കണം. ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോ ഞാൻ അതിലില്ല, ഞാൻ സൈലന്റ് ആയി. നിങ്ങൾ എന്നെ വിളിച്ചു. അപ്പൊ അതില് കറക്റ്റ് ആയിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഷൈജു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യിപ്പിച്ചു. ഇവർ രണ്ടുപേരും വർക്ക് ചെയ്ത് കേരളം ഒട്ടാകെ ഏകദേശം എല്ലാ ഡിസ്ട്രിക്റ്റിലും 256 മെമ്പേഴ്സാണല്ലോ വാട്സപ്പിലുള്ളത്. ഇത്രയും ആൾക്കാർ കയറിയിട്ടുള്ള ഗ്രൂപ്പുകൾ വന്ന് ഇത് 5,000 ആയി 6,000 ആയി അങ്ങനെ മേലേക്ക് പോയി. ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇതിന്റെ കോർഡിനേഷൻ ആണ് ഇതില്. അതിൽ നിന്ന് വീണ്ടും ഈ പറഞ്ഞ മാതിരി പരാജയമാണ് അല്ലെങ്കിൽ എപ്പോഴും ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക തോൽവിയല്ല, വിജയമാണ്. വിജയത്തിനെ മാനേജ് ചെയ്യാൻ കഴിയണം. വിജയത്തിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ ചിലപ്പോൾ ഇല്ലാതാക്കി കളയും. ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ്, ഭയങ്കര ബഹളായി. ഞാൻ പറഞ്ഞു അപ്പൊ അപ്പോഴത്തേക്ക് എന്റെ പേര് ഫോട്ടോ ഒക്കെ വെച്ച് കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കുറെ പേര് കണ്ടിട്ടുള്ളത്. സോ എല്ലാവരുടെയും വിചാരം ഇതിന് പൈസ ഉണ്ടാ അവിടെ അങ്ങോട്ട് നാച്ചുറലി അങ്ങോട്ട് കുറ്റം പറച്ചിലും ബഹളമൊക്കെ ആയി. ഞാൻ പറഞ്ഞു അപ്പൊ അപ്പോഴത്തേക്ക് ഞാനിതില് ഇതേമാതിരി വളരെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഗുരു ഉണ്ട്, മോഹൻജി എന്ന് പറഞ്ഞിട്ട്. മോഹൻജി അതിൽ വളരെ ആക്റ്റീവായിട്ട് അന്നും ഇന്നും പാർട്ടിസിപ്പേഷൻ ഉണ്ട്, പ്രസന്റേഷൻ. ആ ഓർഗനൈസേഷനിൽ പാർട്ടായി വരാൻ നിന്ന മോഹൻജി ഞാനുമാണ് പട്ടുപോയത്. പറഞ്ഞു വരുന്ന പോയിന്റ് എന്താ വെച്ചാൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പ്രോപ്പർ കോർഡിനേഷനും ഇതുപോലെ സ്ഥാനങ്ങളും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനം വലുതാവും. പിന്നെ അതോടൊപ്പം പറയാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ പ്രസ്ഥാനവും വേറെയാണ്. ഒരിക്കലും നിങ്ങളുടെ പ്രസ്ഥാനം നിങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, താങ്ക് യു. വളരെ പെട്ടെന്ന് അജിത്, KK Tech എഞ്ചിനീയറിംഗ് കമ്പനി, മെഷീനറി മാനുഫാക്ചറിംഗ് ആണ്, AR നഗർ, നിയർ വൈകര. സർ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ GST എന്നുള്ളൊരു സംഭവം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് എന്താ പറയുക, കണക്കിൽപ്പെടാതെ കാണിക്കുക, അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ എല്ലാ കമ്പനികളും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടാവും? ഞാൻ ബേസിക്കലി ആ ഫീൽഡിൽ സാറിന് ഞാൻ എന്താ ഉദ്ദേശിക്കുന്ന സാറിന് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ആ സാറിന്റെ ഒരു അഭിപ്രായം. അത് നമുക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്ന ഈ നമ്മള് എന്താ പറയാ പാമ്പരത്തിൽ നിന്ന് നാട്ടിൽ ചെല്ലുമ്പോ കറക്റ്റ് കഷ്ണം കഴിക്കണം എന്നല്ലേ. ഇത് എന്താ കാര്യം വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പൊ ഞാൻ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ട് ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ ആ ആള് വിളിച്ചിട്ട് പറഞ്ഞു, ആ കഴിയും അവർ ഹെവി പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്, ഭയങ്കര പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. നാച്ചുറലി ഇപ്പോ ഫേസ്ലെസ് ആണ് കംപ്ലീറ്റ് സാധനങ്ങൾ പോണത്. ഇവിടെ പുലികൾ വേറെ ഇരിക്കുന്നുണ്ടോ, നെയ്മൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നെയ്മൊക്കെ കമ്പനി സെക്രട്ടറി ആണ്. ഞങ്ങൾ തന്നെ പല വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ അവരുടെ ഫേം നമുക്ക് കുറെ കാര്യങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ അടക്കം കമ്പനി സെക്രട്ടറിയാണ് ഞാൻ പറയാണ്. അപ്പൊ വലിയ പ്രോഫിറ്റ് കാണിച്ചാലും ഒരുപാട് നന്നായാലും പണ്ട് ചാണക്യ സൂത്രത്തിൽ പറഞ്ഞ പോലെ നിവർന്നു നിൽക്കുന്ന മരത്തിന് ആദ്യം പെട്ടെന്ന് പറഞ്ഞില്ലേ. സോ എപ്പോഴും വേണ്ടത് നമ്മൾ ആ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു പോക്കിൽ തന്നെ അതിന്റെ എക്സ്പീരിയൻസുകളാണ് പറയേണ്ടത്. അതിനനുസരിച്ച് ഇത് അതേപടി നിങ്ങൾ ആരും ബുക്ക് ചെയ്യരുത്. ഞാൻ അതോടെ പേഴ്സണലി
ഞാൻ ചെയ്യാറ് ആ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണോ എല്ലാവരും പോകുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ പരമാവധി ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ പരമാവധി നല്ല രീതിയിൽ ടേൺ ഓവർ കാണിച്ച് ടാക്സ് പരമാവധി കെട്ടി വൃത്തിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിലേക്ക് തന്നെ ഒരിക്കലും ഒരു ഓർഗനൈസേഷനുമായിട്ട് തന്നെ ഇറങ്ങിയിരിക്കണം. ഒരു 3-4 കമ്പനി അങ്ങനെ ഉണ്ടാക്കരുത്, മറ്റൊരു ചേർക്കാൻ വേറെ പാർട്ട്ണർഷിപ്പ്, ഇത് വേറെ കമ്പനി, അങ്ങനെ ഒന്നും ഉണ്ടാക്കരുത്. ഒറ്റ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ അതിനൊരു 3 വർഷം നിന്ന് നമുക്ക് വ്യത്യാസം വരും. ഇപ്പൊ സാർ പറഞ്ഞ പോയിന്റിലാണ് കമ്പനി ഉള്ളത്. അതായത് 2 പാർട്ട്ണർഷിപ്പ് 2 ഫേമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ രണ്ടും കൂടി ഒന്നെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ത്രൂ പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഴയത് നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0 ഇൻവെസ്റ്റ്മെന്റ് തന്നെ തുടങ്ങി വന്നതാണ്. ട്രഡീഷണലി വലുതായി വന്ന കമ്പനിയാണ്. അത് കാരണം എന്താ പറയാ കുറെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എവിടെയും കാണിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോയി. അപ്പൊ അത് കാരണം ഇനിയുള്ള കാലത്ത് എന്താ കാര്യം വെച്ചാൽ നമുക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് അത് ഒരിക്കലും കഴിയില്ല. സോ പുതിയത് തുടങ്ങണ, പഴയ പ്രോഡക്ട്സ് എന്തെങ്കിലും വരും എന്ന് തോന്നുകയാണെങ്കിൽ പുതിയത് തുടങ്ങണ നല്ലത്. കാരണം ഇപ്പോ പുതിയൊരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്, ടാക്സ് ഫ്രീ 5 വർഷത്തേക്ക് ഇൻകം ടാക്സ് ഇല്ലാണ്ട്. സോ അങ്ങനത്തെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റ് കാണിക്കും, കൊണ്ടുപോവാം, പുസ്തകത്തിൽ കൊണ്ടുപോവാം, അസറ്റുകൾ കാണിക്കും. ഓക്കെ, താങ്ക് യു.